ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Deva Star Homes, Punalur. Punalur Electricals and Plumbing near Excise Circle Office, Tolikod, Punalur. Branded companiകളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശച്ചൂടിൽ സ്ഥാനാർത്ഥികൾ. ആദ്യം പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി സംസ്ഥാന നേതാക്കൾ. കേരളത്തിൽ നടപ്പിലായത് സമാനതകളില്ലാത്ത വികസനമെന്ന് ഉമ്മൻചാണ്ടി, അഴിമതി ഭരണമെന്ന് കോടിയേരി. പുനലൂരിലെ UDF വിമത സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. യൂനിസ് കുഞ്ഞിന് തോട്ടം മേഖലയിൽ ആവേശോജ്വല സ്വീകരണം. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് വോട്ട് തേടി താരങ്ങൾ. പുനലൂരും ചടയമംഗലത്തും LDF സ്ഥാനാർത്ഥികൾക്കായി വനിതാ കൺവെൻഷൻ. കിഴക്കൻ മേഖല വീണ്ടും കാട്ടാന ഭീതിയിൽ. മാമ്പഴത്തറയിൽ വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും വികസനം എത്തിച്ചത് UDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തുടർഭരണം സുനിശ്ചിതമാണെന്നും മുഖ്യമന്ത്രി പത്തനാപുരത്ത് പറഞ്ഞു. അതിന് കഴിഞ്ഞ ഈ സ്നേഹപ്രകടനം ഇതെല്ലാം നമുക്ക് വോട്ടാക്കി മാറ്റണം. ശ്രീ ജഗദീഷ് കുമാർ നിങ്ങൾ വിജയിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് വിട്ടാൽ ഈ കേരളത്തിൽ UDF ഭരണത്തിന്റെ തുടർച്ചയുണ്ടാകും. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിന്റെ വിജയത്തിനായി പത്തനാപുരത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനാപുരം ആസ്ഥാനമാക്കി താലൂക്ക് അനുവദിച്ചത് ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും പിന്നിൽ തന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണെന്ന് ഉമ്മൻചാണ്ടി അവകാശപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 കൊല്ലം കൊണ്ട് പത്തനാപുരത്ത് ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ 25 കൊല്ലമായി പുതിയ താലൂക്കുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആരും തയ്യാറായില്ല. 12 സ്ഥലത്ത് കൊടുത്തു. ആ കൊടുത്തതിനകത്ത് പത്തനാപുരം താലൂക്കും ഉൾപ്പെട്ടു എന്ന് പറയാം. അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസർ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ 5 വർഷക്കാലം ഇവിടെ ചെയ്യുന്നതിന് UDFന് സാധിച്ചു. സംസ്ഥാനത്തെ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ UDF സർക്കാരിന്റെ വികസന നയത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത് തന്റെ ഭരണകാലയളവിലാണെന്നും തന്റെ സർക്കാരിനെ വിമർശിക്കുന്നവർ ഭരിച്ച കാലയളവിൽ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് തുടർഭരണം സുനിശ്ചിതമാണെന്നും തുടർഭരണം ഉറപ്പാക്കാൻ UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം പിക്ചർ പാലസ് ഗ്രൗണ്ടിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്,
കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, KPCC സെക്രട്ടറി G രതികുമാർ, UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാർ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, DCC സെക്രട്ടറിമാരായ M ഷെയ്ഖ് പരീദ്, പള്ളിത്തോപ്പിൽ ഷിബു, അഡ്വക്കേറ്റ് അലക്സ് മാത്യു, UDF ചെയർമാൻ G രാധാമോഹൻ, UDF കൺവീനർ K അനിൽ, IUML നേതാവ് പുന്നല ഇബ്രാഹിം കുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്പനരുവി മുരളീധരൻ, J ഷാജഹാൻ, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് M അബ്ദുൾ റഹ്മാൻ, RS സുരേഷ് കുമാർ, CK രാധാകൃഷ്ണൻ, ചിരട്ടക്കോണം സുരേഷ്, അബ്ദുൾ മജീദ്, ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന LDF സർക്കാർ വിലക്കയറ്റം തടയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പത്തനാപുരത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർക്കറ്റിൽ വില, അരിയുടെ വില, ഇപ്പോഴത്തെ വില നിങ്ങളത് പരിശോധിച്ചു നോക്കി. അടുത്ത 5 വർഷം മാവേലി സ്റ്റോറിൽ ഒരേ വിലയ്ക്ക് നിങ്ങൾക്ക് സാധനം നൽകും. ഒരു നയാ പൈസ പോലും വില വർദ്ധിപ്പിക്കാതെ സാധനം നൽകും. 2 വർഷം ഉറപ്പു നൽകില്ല. ഇന്ന് റേഷൻ ഷാപ്പിൽ പോയാൽ ഇല്ല. BPL കുടുംബത്തിന് 25 കിലോ അരി ഈ സർക്കാർ 17 കിലോ ആയിട്ട് വെട്ടിക്കുറച്ചു. ഓരോ മാസം 8 കിലോ അരി UDF ഗവൺമെന്റ് വെട്ടിക്കുറച്ചു. ഒരു വർഷം 96 കിലോ അരി പോയി BPL കുടുംബത്തിന്റെ. പത്തനാപുരത്ത് LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KB ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മുന്നണിയിലെടുത്തത്. UDFന്റെ മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി ആക്ഷേപങ്ങൾ പുറത്തു കൊണ്ടുവന്നത് KB ഗണേഷ് കുമാറാണ്. UDF വിട്ടുവരുന്നവരെയെല്ലാം മുന്നണിയിലെടുക്കുന്നത് LDFന്റെ നയമല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UDF പിറ്റേ ദിവസം എല്ലാവരെയും സ്വീകരിക്കുന്ന മുന്നണിയല്ല ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ടാണ് കഴിഞ്ഞ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം പരിശോധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനം. ഈ UDF മന്ത്രിമാരുടെ ഓരോ കാര്യങ്ങളും അദ്ദേഹം നിയമസഭ കാലത്ത് നിന്ന് ഓരോ കാര്യങ്ങളും പുറത്തു കൊണ്ടുപോകും. UDF വിട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കൊപ്പം നിയമസഭ അദ്ദേഹം പോരാടി. ഓരോ UDF മന്ത്രിമാരും നടത്തിയുള്ള അഴിമതി അക്കമിട്ട് നിരത്തിക്കൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള UDFന്റെ അഴിമതിക്കെതിരെ അദ്ദേഹത്തിന് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ലോകായുക്തത്തിന് മുന്നിൽ അദ്ദേഹം പോരാടി. ഇതായിട്ട് ജനകീയ കോടതി നൽകി ജനങ്ങളുടെ സമക്ഷം ഈ അഴിമതി വരാത്ത പുറത്താക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം പോരാടുകയാണ് KB ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് S വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ B അജയകുമാർ സ്വാഗതം ആശംസിച്ചു. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, LDF നേതാക്കളായ ചിന്ത ജെറോം, M ജിയാസുദ്ദീൻ, GR രാജീവൻ, നവാസ്, സീരിയൽ താരങ്ങളായ ശ്രീകുമാർ, കിഷോർ സത്യ, കാലടി ഓമന, മന്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 2 വയസ്സുകാരുടെ കഴുത്തിൽ നിന്നും മാല അപഹരിക്കാൻ ശ്രമിച്ച നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് തിങ്കളാഴ്ച രാവിലെ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയാണ് നരിക്കൽ സ്വദേശിനിയായ യുവതിയും കുഞ്ഞും തിങ്കളാഴ്ച രാവിലെ എത്തിയത്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സമീപത്തെ കാരുണ്യ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാനായി പോയപ്പോഴാണ് മാല പൊട്ടിക്കാനുള്ള ശ്രമമുണ്ടായത്. കുണ്ട് അങ്ങോട്ട് കൊടുക്കാൻ നേരം കുഞ്ഞ് കയ്യിലിരുന്ന കരങ്ങി. ഞാൻ നോക്കിയപ്പോൾ ആ പെണ്ണ് മാല കൈയെടുക്കുന്ന മാല ഊരി കിടക്കുമായിരുന്നു. ഞാൻ എടുത്തിട്ട് അടുത്തുനിന്നൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ ആ പെണ്ണ് മാല അവരിവിടെ വന്ന് സെക്യൂരിറ്റി ചെയ്യാൻ. ഇവരുടെ പിറകിൽ നിന്ന് വന്ന നാടോടി സ്ത്രീ കുഞ്ഞിന്റെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ മാല പൊട്ടിക്കാനുള്ള ശ്രമം ശ്രദ്ധയിൽപ്പെട്ടു. ബഹളം കൂട്ടിയതോടെ നാടോടി സ്ത്രീകൾ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. തെങ്കാശി സ്വദേശിനിയായ ദേവിയെ ഉടൻ നാട്ടുകാരും സമീപത്തെ ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പിടികൂടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മണ്ണെണ്ണ വിളക്കിൽ നിന്നും തീ പടർന്ന വീടിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു. കുന്നിക്കോട് ചരിവിള കിഴക്കേതിൽ കന്തസ്വാമിയുടെ വീടിന്റെ ഒരു ഭാഗമാണ് അഗ്നിക്കിരയായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വീട്ടിൽ തീപിടുത്തമുണ്ടായത്. വീട്ടിൽ കത്തിച്ചിരുന്ന മണ്ണെണ്ണ വിളക്കിൽ നിന്നും തീ തുണികളിലേക്ക് പടരുകയും പിന്നീട് വീടിന് തീ പിടിക്കുകയുമായിരുന്നു. വീട്ടമ്മയായ രാജമ്മ മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വിളക്ക് കത്തിച്ച് ഇങ്ങോട്ട് വെച്ച് എത്തിച്ചപ്പം തുണിക്കകത്ത് സാരിക്കകത്ത് തുണി കയറി അങ്ങോട്ട് കത്തി അങ്ങ് മേലോട്ട് അങ്ങ് പോയി, അങ്ങ് തീ കയറി പോയി, അങ്ങ് എല്ലാം നശിച്ചു പോയി. വസ്ത്രങ്ങൾ മൊത്തം എല്ലാം നശിച്ചു പോയി. വെള്ളം കുടിക്കാൻ ഗ്ലാസ്, ഒരു വെള്ളം കുടിക്കുന്ന ഒരു സാധനം, ഒരു കഞ്ഞി വെക്കാൻ പോലും ഒരു പാത്രം പോലും ഇല്ല. എല്ലാം നശിച്ചു പോയി. വയറിങ്ങൊക്കെ ചെയ്ത് വയറിങ് എല്ലാം പൊട്ടിപ്പോണ്ട
കുരികിരി കിടക്കുക എല്ലാം പോയി എല്ലാം ഇളകി എല്ലാം നശിച്ചു പോയി. തീപിടുത്തത്തിൽ വീട്ടിനുള്ളിലെ തുണികളും വീട്ടുപകരണങ്ങളും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും കത്തിനശിച്ചു. പത്തനാപുരത്ത് നിന്നും അഗ്നിശമന സേനയും കുന്നിക്കോട് പോലീസും നാട്ടുകാരും സംയുക്തമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പുനലൂർ നിയോജക മണ്ഡലത്തിലെ UDF വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന അഡ്വക്കേറ്റ് കെട്ടിടത്തിൽ സുലൈമാൻ പത്രിക പിൻവലിച്ചു. തിങ്കളാഴ്ചയാണ് കെട്ടിടത്തിൽ സുലൈമാൻ പത്രിക പിൻവലിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സുലൈമാൻ പത്രിക പിൻവലിച്ചത്. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും പുനലൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് കെട്ടിടത്തിൽ സുലൈമാൻ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ട് മുൻ DCC സെക്രട്ടറി കൂടിയായ സുലൈമാനെ അനുനയിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് സുലൈമാൻ പത്രിക പിൻവലിച്ചത്. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഡോക്ടർ A. യൂസുഫ് വിജയിക്കുന്നതിലേക്കായി ഞാൻ സ്ഥാനാർത്ഥിത്വം ഇന്ന് പിൻവലിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലമായി പുനലൂർ നിയോജകമണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ നിന്നും 2 MLA ഉണ്ടായതുകൊണ്ട് പുനലൂരെ 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും തുല്യമായി നീതിപരമായ വികസന പ്രവർത്തനം നടത്താൻ ബന്ധപ്പെട്ട MLA മുന്നോട്ട് വന്നില്ല. ഈ സാഹചര്യത്തിൽ UDF സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനവും ക്ഷേമ പദ്ധതികളുടെയും ഫലമായി തുടർ ഭരണം ജനം ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. Pushpagreen Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagreen, happy kids, children play, learn and grow together. Bus facilities are available. Pushpagreen Central School, Edaman 34. Managed by Pushpagreen Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ മഹത്തായ 30ാം വർഷത്തിലേക്ക്. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഫസ്റ്റ് BA BCom ക്ലാസുകൾ +2 റിസൾട്ടിന് ശേഷവും MA MCom ക്ലാസുകൾ ഡിഗ്രി റിസൾട്ടിന് ശേഷവും ആരംഭിക്കുന്നു. SC ST OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മാറ്റത്തിന്റെ പുത്തൻ തരംഗവുമായി ലഷ് കോസ്മെറ്റിക്. അത്യാധുനിക രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സൗന്ദര്യ സംരക്ഷണ കലവറ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രീ ബ്രൈഡൽ പാക്കേജസ്, അക്കാദമി വിത്ത് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്. ലഷ് കോസ്മെറ്റിക്, SN കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. കൊട്ടാരക്കര വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് 7ാം വയസ്സിലേക്ക്. വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഞാൻ എത്തുന്നു. മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറക്കണ്ട, മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475233500. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ. സേവിങ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയംവർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്,
പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റിസെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. സുനിദ്ര, പെപ്സ്, സ്കൈഫോൺ എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. പാരാമെഡിക്കൽ കോഴ്സുകൾ സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. കോഴ്സ് പൂർത്തിയാക്കിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഫോർ അഡ്മിഷൻ കോൺടാക്ട്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. അക്ഷയ തൃതീയ നാളിൽ പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണം വാങ്ങൂ. വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാക്കൂ. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവുമുള്ള പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഈ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങൂ. ഈ പവിത്ര സ്വർണത്തിലൂടെ വർഷം മുഴുവൻ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിർത്തൂ. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. BAS 916 ഹാൾമാർക്ക് ജ്വല്ലറി. താരപോരാട്ടത്തിന് ശ്രദ്ധേയമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് വോട്ടഭ്യർത്ഥിച്ച് താരങ്ങൾ എത്തിത്തുടങ്ങി. സീരിയൽ താരങ്ങളായ കിഷോറും വർഷയുമാണ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിന് വോട്ടഭ്യർത്ഥിച്ച് എത്തിയത്. താരപോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി താരങ്ങളും എത്തിത്തുടങ്ങി. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് വോട്ടഭ്യർത്ഥിച്ചാണ് സീരിയൽ താരങ്ങൾ കഴിഞ്ഞ ദിവസം വെട്ടിക്കുവല പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെത്തിയത്. സീരിയലിലൂടെ ജനഹൃദയങ്ങൾ ഇടം പിടിച്ച കിഷോറും ഹർഷയും ഗണേഷ് കുമാറിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു. നമുക്ക് വേണ്ടത് അഴിമതിക്കാരെയോ കൊള്ളക്ക് ഈ രാജ്യത്ത് ആർക്കും അഴിമതി നടത്താം, കൊള്ള നടത്താം, ഖജനാവ് കൈയിട്ട് വരാം. നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. നമ്മളതൊക്കെ കണ്ടും കേട്ടും ചാനലുകൾ കണ്ട് കോമഡി ഷോകൾ പോലെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവരുത് ജനത. ഒരുപക്ഷെ പത്രങ്ങളിൽ ഓരോ പത്രത്തിനും ഓരോ രാഷ്ട്രീയമുണ്ട്, ഓരോ ചാനലിനും ഓരോ രാഷ്ട്രീയമുണ്ട്. ഓരോ പത്രമോ ചാനലോ നമുക്ക് വിളമ്പിത്തരുന്നത് ഭക്ഷിക്കാതെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ആരാവണം നമ്മുടെ ജനപ്രതിനിധി, ആരാവണം നമ്മുടെ രാജ്യത്തെ സേവിക്കേണ്ട മന്ത്രി എന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമാണ് മെയ് 16. ഞാൻ നോക്കുമ്പോൾ പത്തനാപുരം മണ്ഡലത്തിലെ പ്രബുദ്ധരായ ബുദ്ധിയുള്ള ജനത തീർച്ചയായിട്ടും ഓട്ടോറിക്ഷ അടയാളത്തിൽ മത്സരിക്കുന്ന KB ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിവിടെ വന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ മെയ് 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട KB ഗണേഷ് കുമാറിന് നിങ്ങളുടെ ഓരോരുത്തരുടെ വിലയേറിയ വോട്ടുകൾ കൊടുത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിലും എത്തി താരങ്ങൾ ഗണേഷ് കുമാറിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു. തുടർന്ന് കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. മുൻ തെരഞ്ഞെടുപ്പുകളിലും ഗണേഷ് കുമാർ ചലച്ചിത്ര സീരിയൽ താരങ്ങളെ പ്രചാരണത്തിന് രംഗത്തിറക്കിയിരുന്നു. എന്നാൽ ഇക്കുറി 3 മുന്നണിയിലും സിനിമാ താരങ്ങൾ മത്സരിക്കുമ്പോൾ താരങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കുമെന്ന് ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ പത്തനാപുരം മണ്ഡലത്തിൽ കൂടുതൽ താരങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. കുഞ്ഞോൺ കോട്ടവട്ടം, ലൈവ് വാർത്ത. LDF പുനലൂർ നിയോജക മണ്ഡലം സംയുക്ത മഹിളാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഞായറാഴ്ച പുനലൂർ രാജാരോഹിണി ഹാളിൽ നടന്ന കൺവെൻഷൻ CPI സംസ്ഥാന കമ്മിറ്റി അംഗം R. ലതാദേവി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ കേരളത്തിലും ഭാരതത്തിലും താമസിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ പെട്രോളും
പാചകവാതകവും മണ്ണെണ്ണയും ഇതൊക്കെ ആ ഉള്ള രാജ്യങ്ങളില് വില തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അനുഭവമുണ്ടോ? ഇവിടെ പുല്ലൂരത്തെ പെട്രോൾ പമ്പിൽ ചെന്ന് കോൺഗ്രസുകാരനായിരുന്നാലും BJP-കാരനായിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാലും എല്ലാവരും വർദ്ധിച്ച വിലയ്ക്കല്ലേ പെട്രോൾ ആയിരുന്നാലും ഡീസലായിരുന്നാലും അടിക്കുന്നത്? പുനലൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജുവിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനും ആലോചിക്കുന്നതിനുമായാണ് സംയുക്ത മഹിളാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണ്ഡലം സെക്രട്ടറി സുജ ചന്ദ്രബാബു അധ്യക്ഷയായി. കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി അജിത പ്രദീപ് സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം PS സുവാൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു, CPI മണ്ഡലം കമ്മിറ്റി അംഗം J ഡേവിഡ്, CPI ജില്ലാ കമ്മിറ്റി അംഗം ജോബോയ് പെരേര തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ കൊല്ലപ്പെട്ട പുനലൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ദേശീയ ഡാം സുരക്ഷാ സമിതി അംഗവും ജലവിഭവ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ N ശശിയുടെ മൃതദേഹമാണ് ഞായറാഴ്ച സംസ്കരിച്ചത്. സൗത്ത് ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ 23-ാം തീയതിയാണ് ശശി കൊല്ലപ്പെട്ടത്. കവർച്ചാ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് കരുതപ്പെടുന്നു. സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ശശി മൊസാംബിക്കിലെത്തിയത്. ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം തുടർന്ന് മാത്ര ഗവൺമെന്റ് LPSൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് വൈകുന്നേരത്തോടെ തൊളിക്കോട് മുളന്തടത്തുള്ള വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. N ശശിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിലെത്തി. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കോടിയേരി N ശശിയുടെ വീട്ടിലെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ N ശശിയുടെ വീട്ടിലെത്തിയത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം MA രാജഗോപാൽ എന്നിവരും കോടിയേരിക്കൊപ്പം ഉണ്ടായിരുന്നു. ഉച്ചയോടെ തന്നെ പുനലൂരിലെ MLAയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് കെ രാജുവും ശശിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ശശിയുടെ വീട്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ A യൂനിസ് കുഞ്ഞിന് തോട്ടം മേഖലയിൽ ആവേശോജ്വല സ്വീകരണം. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി 2 ദിവസമായി സ്ഥാനാർത്ഥി തോട്ടം മേഖലയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി പുനലൂരിലെ UDF സ്ഥാനാർത്ഥി A യൂനിസ് കുഞ്ഞ് കിഴക്കൻ തോട്ടം മേഖലകളിലായിരുന്നു പ്രചരണം. ആവേശോജ്വല സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് തോട്ടം മേഖലയിൽ ലഭിച്ചത്. ആര്യങ്കാവ് ക്ഷേത്രം ജംഗ്ഷൻ, ആര്യങ്കാവ് ജംഗ്ഷൻ, കഴുതുരുട്ടി, ചേനഗിരി, ഫ്ലോറൻസ്, നാഗമല, നെടുമ്പാറ, അരണ്ടൂർ, പൂത്തോട്ടം എന്നിവിടങ്ങളിൽ വൻ സ്വീകരണ പരിപാടിയായിരുന്നു സ്ഥാനാർത്ഥിക്ക് ഒരുക്കിയിരുന്നത്. സ്വീകരണ യോഗങ്ങളിൽ UDFലെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. പ്രചാരണത്തിന്റെ 2ാം ഘട്ടം പുരോഗമിക്കുമ്പോൾ തോട്ടം മേഖല ഉൾപ്പെടുന്ന പുനലൂർ നിയോജക മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം ശക്തമായി ഉയർന്നു വരുന്നുവെന്ന് A യൂനിസ് കുഞ്ഞ് പറഞ്ഞു. ഞാൻ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി അമ്മമാർ കുടവുമായി ചുറ്റും വരുന്ന വാഹനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനിടയായി. ഞാനപ്പോൾ ചിന്തിച്ചത് കല്ലട ഡാം ഇവിടുത്തെ ജനങ്ങളുടെ വകയാണ്. പുനലൂർ നിവാസികൾക്ക് വെള്ളം കിട്ടേണ്ടതാണ്. പക്ഷേ കല്ലട ഡാമിൽ നിന്നും പുനലൂർ നിവാസികൾക്ക് വെള്ളമില്ല, ശുദ്ധജലം കിട്ടുന്നില്ല. ശാസ്ത്രീയമായി കഴിഞ്ഞ 20 വർഷമായി ഒരേ പാർട്ടിയുടെ പ്രതിനിധി നിയമസഭയിലുണ്ടായിരുന്നിട്ടും അവർക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. തോട്ടം മേഖലയിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായം നടപ്പിലാക്കാൻ പോലും ഇടതുപക്ഷ MLAമാർ നാളിതുവരെ ആലോചിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഈ നാട്ടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് റബ്ബറാണ്. റബ്ബർ അധിഷ്ഠിത ഒരു വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ ഇത്രയും കാലമായി കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പുനലൂരിലെ CPI നേതാക്കളെ പരിഹസിച്ചായിരുന്നു യൂനിസ് കുഞ്ഞ് സംസാരിച്ചത്. CPI നേതാക്കൾ കാറിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഇടവഴികൾ കൂടി യാത്ര ചെയ്ത് മറ്റ് മണ്ഡലങ്ങളിലെ റോഡ് വികസനം നേരിൽ കണ്ടുപിടിക്കണമെന്ന് യൂനിസ് കുഞ്ഞ് പറഞ്ഞു. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡാണ് വളരെ കൂടുതൽ. നേരെ മറിച്ച് ഞാൻ മറ്റൊരു മീറ്റിംഗിൽ ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ ഒരു വലിയ ഉപദേശം നടത്തി. നിങ്ങളൊരു കാറെടുക്കുക, ഇവിടെ നിന്നും കാസർഗോഡ് മുതൽ കന്യാകുമാരി പാറശാല വരെ ഒന്ന് സഞ്ചരിക്കുക ഇട റോഡിൽ കൂടി. അതിൻ്റെ പൈസ ഞാൻ കൊടുക്കാം. മറ്റ് മണ്ഡലങ്ങളിൽ വികസനം എങ്ങനെയാണ് എന്നവർക്ക് നോക്കാം, പഠിക്കാം. അതിനൊരു പൈസ അവർ ചിലവാക്കണ്ട. എത്ര രൂപ ചിലവായാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാം. അവർ പോയി നോക്കിയിട്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശം, മലബാർ
തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ പോയി നോക്കിയിട്ട് വരട്ടെ, അവർ ആ ഫോട്ടോ എടുത്തോട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ആ കാര്യം അറിയാം. യാത്രയുടെ ചെലവ് വഹിക്കാൻ താൻ തയ്യാറാണെന്നും യൂനിസ് കുഞ്ഞ് പരിഹസിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മേ, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Carmel Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാത്ത്. എനിക്ക് 5 വർഷമായിട്ട് തലവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, കഫം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പത്തനാപുരത്ത് ആയുർശ്രീ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഫ്രണ്ടിന് നല്ല ആശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ 1 മാസമായി നഴ്സിംഗ് ചെയ്തിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്ര തലവേദനയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ കംപ്ലീറ്റ് ആ അസ്വസ്ഥത എന്നെ മാറിക്കഴിഞ്ഞു. ആയുർശ്രീക്ക് നന്ദി. ആയുർശ്രീ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, വ്യാപാര ഭവൻ, പത്തനാപുരം, ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശം, കരുനാഗപ്പള്ളി. പഠനം കഴിഞ്ഞാൽ ഉടനൊരു ജോലി ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ഏവിയേഷൻ, ടൂറിസം, നഴ്സിംഗ് ലോകത്തിലെ ഏറ്റവും മുന്തിയ തൊഴിൽ ദാതാക്കളായി ഈ നൂറ്റാണ്ടിന്റെ തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്നു. ECR മെറിഡിയൻ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BHM ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. എലിജിബിലിറ്റി +2 or HSC പാസ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424722626. കിഴക്കൻ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. മാമ്പഴത്തറ കുറവൻതാവളം ഭാഗത്ത് കാട്ടാന വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു.
മാമ്പഴത്തറ കുറവൻതാവളം ഭാഗത്താണ് കാട്ടാന വൻതോതിൽ കൃഷി നശിപ്പിച്ചത്. കുറവൻതാവളം അമ്പയത്തെക്കേരിൽ മനോഹരന്റെ വാഴത്തോട്ടം പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു. കുലയ്ക്കാറായ 100ഓളം വാഴകളാണ് ആന നശിപ്പിച്ചത്. നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മനോഹരൻ പറയുന്നു. കാട്ടാനക്കൂട്ടം ഇറങ്ങി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കൃഷിസ്ഥലത്ത് ഇറങ്ങുകയും 100ഓളം വാഴകളെ നശിപ്പിക്കുകയും ചെയ്തു. ഇതിന് പലവട്ടം ഫോറസ്റ്റുകാർ പറയുകയും അധികാരികൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ കൂട്ടം. ഇത് നമുക്കൊരു നടപടി എടുക്കണമെന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇവിടെ സന്ധ്യയ്ക്ക് പോലും മുറ്റത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു നടപടി സ്വീകരിക്കണമെന്ന്. കാട്ടാനശല്യം മാമ്പഴത്തറ പ്രദേശങ്ങളിൽ രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സോളാർ ഫെൻസിംഗ് എന്നത് നാട്ടുകാരുടെ നീണ്ടകാല ആവശ്യമാണ്. എന്നാൽ ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കാൻ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടില്ല. മാമ്പഴത്തറയിൽ അടുത്തിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. കാട്ടാന നാട്ടിലിറങ്ങുന്നതോടെ നാട്ടുകാർ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കിഴക്കൻ മലയോര മേഖലകളിൽ വനമൃഗശല്യം തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും ചർച്ചാ വിഷയമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. അലേമൺ ഗ്രാമപഞ്ചായത്തിൽ LDF വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിലക്കയറ്റം തടയാൻ LDFനെ അധികാരത്തിൽ വരുത്തണമെന്ന് സ്ഥാനാർത്ഥി മുല്ലക്കര രത്നാകരൻ അഭ്യർത്ഥിച്ചു. കരികോൺ ഗുരുകുലം ട്യൂഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ മുല്ലക്കര രത്നാകരൻ മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം ഗീത അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹസീന മനാഫ് സ്വാഗതം പറഞ്ഞു. UDF സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായ വൻ വിലക്കയറ്റം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെന്നും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ലെന്നും കർഷക തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും മുല്ലക്കര പറഞ്ഞു. 5 വർഷത്തിലെ കേരളത്തിലെ ഭരണം നമ്മുടെ ജീവിതത്തെ അപകടത്തിന്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കേരളീയർ സ്വന്തം ജീവിതാന്തസ് കാത്തുസൂക്ഷിക്കാൻ പറ്റാതെ ആത്മഹത്യാ മുൻപിൽ വന്നു നിൽക്കുകയാണ്. ഒരു റബ്ബർ കർഷകന് 5 വർഷം മുമ്പുള്ള ജീവിതം ഇന്നില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന 40 ലക്ഷം മനുഷ്യരുണ്ട്. കയറിലും കശുവണ്ടിയിലും നെയ്ത്തിലും തോട്ടത്തിലും മത്സ്യത്തിലും ഒക്കെയായി. അവിടെയെല്ലാം അസ്വസ്ഥതയാണ്. പെൻഷൻ മേടിക്കുന്നവരുടെ കാര്യം നിങ്ങൾക്കറിയാം. പെൻഷൻ വീട്ടിൽ തരും, അത് കൂട്ടിത്തരും. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, വർഷം തോറും മാനമായി വർദ്ധിപ്പിച്ചു തരും. നമുക്ക് തെറ്റുകൾ ചെയ്യാത്ത, ധാർമ്മികമായി സഞ്ചരിക്കുന്ന, ആർഭാടമില്ലാത്ത, ആർഭാടത്തിന്റെ പൈസ പാവപ്പെട്ട മനുഷ്യന്റെ വികസനത്തിന് ക്ഷേമത്തിന് ചെലവഴിക്കുന്ന ഒരു സൽഭരണം ഉണ്ടാവണം. LDF നേതാക്കളായ കരകുളം ബാബു, JC അനിൽ, G പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം നിയോജക മണ്ഡലം കശുവണ്ടി തൊഴിലാളി കൺവെൻഷൻ കുന്നിക്കോട് നടന്നു. MLA PK ഗുരുദാസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് UDFന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തെ മാത്രമല്ല, ഈ BJPയുടെ നിർവാഴ്ചയും എതിർക്കാൻ ബാധ്യസ്ഥരാണ്. ഒരുപാട് BJP നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി വരുന്നു, BJPയുടെ ദേശീയ പ്രസിഡന്റ് വരുന്നു, ഒരു പിടി മന്ത്രിമാർ വരുന്നു. എന്തിനാ വരുന്നത്? കേരളത്തിൽ വളർന്നു വരുന്ന തൊഴിലാളി പ്രസ്ഥാനം, ആ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളർച്ച, അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം വേണ്ടിയാണ് RSS നയിക്കുന്ന BJP നേതാക്കന്മാരും മന്ത്രിമാരും കേരളത്തിലെത്തുന്നത്. CPM പത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അസ്ലാം ചടങ്ങിൽ അധ്യക്ഷനായി. മേല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രസാദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. CPI കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറി G രാജീവ, M റഹീംകുട്ടി, സജീവ്, M മസുദ, സന്തോഷ്, B ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ഇനി ബിസിനസ് വാർത്തകൾ. പത്തനാപുരം കടുവാത്തോട് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വിനായക ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ആനന്ദരാജനാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ആനന്ദരാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നസീമ,
മാലൂർ മസൂദ് ഖാൻ, സി അഭിലാഷ് കുമാർ, GK രേണുക തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരത്ത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി സംസ്ഥാന നേതാക്കൾ. കേരളത്തിൽ നടപ്പിലായത് സമാനതകളില്ലാത്ത വികസനമെന്ന് ഉമ്മൻചാണ്ടി, അഴിമതി ഭരണമെന്ന് കോടിയേരി. പുനലൂരിലെ UDF വിമത സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. യൂനിസ് കുഞ്ഞിന് തോട്ടം മേഖലയിൽ ആവേശോജ്വല സ്വീകരണം. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് വോട്ട് തേടി താരങ്ങൾ. പുനലൂരും ചടയമംഗലത്തും LDF സ്ഥാനാർത്ഥികൾക്കായി വനിതാ കൺവെൻഷൻ. കിഴക്കൻ മേഖല വീണ്ടും കാട്ടാന ഭീതിയിൽ. മാമ്പഴത്തറയിൽ വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.